നമസ്കാരം, എൻ്റെ പേര് മുഹമ്മദ് റിയാസ്. ഞാൻ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിലെ IT ഡിവിഷനെ റെപ്രസെന്റ് ചെയ്യുന്ന കൃഷി ഓഫീസറാണ്. എങ്ങനെയാണ് ഒരു കർഷകൻ പാഡി റോയൽറ്റി പദ്ധതിയിൽ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കേണ്ടത് എന്ന് ഒരു വീഡിയോ ട്യൂട്ടോറിയൽ ചെയ്യുകയാണ് ഇവിടെ. അതിനായി കർഷകൻ ആദ്യം ചെയ്യേണ്ടത് www.aims.kerala.gov.in എന്ന സൈറ്റിൽ പ്രവേശിക്കുകയാണ് ചെയ്യേണ്ടത്. സൈറ്റ് അഡ്രസ് ഒന്നുകൂടെ പറയാം: www.aims.kerala.gov.in. ഈ അഡ്രസ് ബ്രൗസറിന്റെ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പേജ് ആയിരിക്കും ലഭ്യമാവുക. ലഭ്യമായ പേജിൽ ഫാർമർ ലോഗിൻ എന്ന് പറയുന്ന ഭാഗം കാണാൻ കഴിയും. ഫാർമർ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഫാർമറിന് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പേജ് ആയിരിക്കും ലഭ്യമാവുക. ഈ പേജിൽ മാർഗനിർദ്ദേശങ്ങൾ എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ് എന്ന് പറയുന്ന രണ്ട് ലിങ്കുകളൂടെ കാണാം. അതിൽ ഇൻഡിവിജ്വൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കർഷകൻ എങ്ങനെയാണ് എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് കാണിക്കുന്ന വിവരങ്ങൾ ഇതിനകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. പുതുതായി ഒരു രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുന്നതിന് വേണ്ടി പുതിയ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആധാർ നമ്പർ കൊടുക്കുക. ഡിക്ലറേഷൻ കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ അമർത്തുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കും. മൊബൈൽ നമ്പറും കൂടെ കൊടുത്ത് നമ്മുടെ രജിസ്ട്രേഷൻ നടപടികൾ വളരെ ഈസി ആയിട്ട് പൂർത്തിയാക്കാൻ കഴിയും. എനിക്കിപ്പോൾ ഓൾറെഡി ഒരു രജിസ്ട്രേഷൻ ID എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ രജിസ്ട്രേഷൻ ID ഇവിടെ കൊടുക്കുകയാണ്. അതിന്റെ പാസ്വേഡ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഈ പേജിൽ കയറി എൻ്റെ അപേക്ഷയുടെ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ എനിക്ക് പുതുതായിട്ട് അപേക്ഷിക്കേണ്ട സേവനങ്ങൾക്ക് അപേക്ഷ നൽകാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ IDയും പാസ്വേഡും ഞാൻ ഓർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പാസ്വേഡ് ഇവിടെ കൊടുത്തു. ഈ ഒരു ക്യാപ്ച കൂടെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ലോഗിൻ ബട്ടണിൽ അമർത്തുക. അപ്പോൾ ഇത് എൻ്റെ ഡാഷ്ബോർഡാണ്. ഒരു കർഷകന്റെ ഡാഷ്ബോർഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എൻ്റെ രജിസ്ട്രേഷൻ ID, പേര്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യമായി ഞാൻ ചെയ്യേണ്ടത് സ്ഥല വിവരങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. സ്ഥല വിവരങ്ങൾ എന്ന് പറയുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇപ്പൊ ഞാൻ മുൻപ് ആഡ് ചെയ്ത് കൊടുത്ത സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് ആണ്. ആഡ് ന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം താലൂക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. വില്ലേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ബ്ലോക്ക് നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. സർവേ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. സബ് ഡിവിഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സർവേ നമ്പറും സബ് ഡിവിഷൻ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തണ്ടപ്പേർ നമ്പർ അറിയാമെങ്കിൽ അത് നൽകുക. മാൻഡേറ്ററി ആയിട്ട് നൽകേണ്ടതില്ല. കൃഷിഭവൻ തിരഞ്ഞെടുക്കാം. കൃഷി സ്ഥലത്തിന് എന്തെങ്കിലും വിളിപ്പേരുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പാടശേഖരമാണെങ്കിൽ ആ പാടശേഖരത്തിന്റെ പേര് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിടാം. ലാൻഡ്മാർക്ക് എന്ന ഭാഗത്ത് എവിടെയാണ് നമ്മുടെ കൃഷിസ്ഥലം, ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലേസിനടുത്താണെങ്കിൽ ആ വിവരം നമുക്ക് ഇവിടെ കൊടുക്കാം. ഉദാഹരണത്തിന് ഞാനിവിടെ നിയർ GLP സ്കൂൾ എന്ന് കൊടുക്കുന്നു. വാർഡ്, എത്രാമത്തെ വാർഡിലാണ് നമ്മുടെ കൃഷിസ്ഥലം ഉള്ളതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. സ്ഥലത്തിന്റെ വിസ്തീർണം, എത്ര സെന്റ് സ്ഥലമാണ് നമുക്ക് ഉള്ളത് എന്ന് നമുക്ക് സെന്റിലായിരിക്കണം ആ വിവരങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത്. ആ വിവരങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. സെന്റിലായിരിക്കണം വിവരങ്ങൾ കൊടുക്കേണ്ടത്.
അതിനുശേഷം വസ്തുവിന്റെ തരം നിലമാണോ പുരയിടമാണോ എന്നാണ്. നിലം ആയിട്ട് സ്വന്തമായിട്ട് നിലം ഉള്ള ആൾക്കാർക്ക് മാത്രമേ നമുക്ക് നമ്മുടെ പാഡി റോയൽറ്റി പദ്ധതിയിലൂടെ അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഉടമസ്ഥത ഓൺ എന്നും വസ്തുവിന്റെ സ്ഥലം നിലം എന്നും സെലക്ട് ചെയ്തു. സ്വന്തമായി നിലമുള്ളവർക്ക് മാത്രമേ ഈ പദ്ധതിയിലൂടെ അപേക്ഷിക്കാൻ കഴിയുള്ളൂ. ഇത്രയും വിവരങ്ങൾ കൊടുത്തതിന് ശേഷം സേവാസ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ഓക്കെ അമർത്തുക. അതിനുശേഷം എല്ലാ വിവരങ്ങളും ഒന്നുകൂടെ പരിശോധിച്ച് നോക്കുക, ശരിയാണോ എന്ന് പരിശോധിച്ച് നോക്കുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് മാറ്റങ്ങൾ വരുത്തുക. അതിനുശേഷം കൺഫേം ബട്ടൺ അമർത്തുക. അപ്പോൾ ചോദിക്കും ആർ യു ഷുവർ ടു കൺഫേം ലാൻഡ് എന്ന് ചോദിക്കും. ഓക്കെ ബട്ടൺ അമർത്തുക. അതിനുശേഷം ലാൻഡ് കൺഫേംഡ്, അപ്ലോഡ് ടാക്സ് റെസിപ്റ്റ് ഓർ ലീസ് എഗ്രിമെന്റ് ആൻഡ് എൻ്റർ ക്രോപ്പ് ഡീറ്റെയിൽസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പുതുതായി ആഡ് ചെയ്ത ആ സർവേ നമ്പറിലുള്ള വിവരങ്ങൾ ഈ മുകൾ ഭാഗത്തായിട്ട് ലിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് കൺഫേംഡ് സ്റ്റാറ്റസിലാണ് ഉള്ളത്. അതിനുശേഷം നമുക്ക് സ്ഥലത്തിന്റെ കരമടച്ച രസീത് അല്ലെങ്കിൽ പാട്ടക്കരാറ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. സ്ഥലത്തിന്റെ കരമടച്ച രസീത് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്ലോഡ് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒരു പോപ്പപ്പ് വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നമ്മുടെ കരമടച്ച രസീതിൽ ടാക്സ് റെസിപ്റ്റിന്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതിന്റെ ഡേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അപ്ലോഡ് ചെയ്യാനുള്ള സ്കാൻ ചെയ്ത് വെച്ചിട്ടുള്ള 2 MB താഴെയുള്ള ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ബട്ടൺ അമർത്തുക. ഇത്രയും ആകുമ്പോൾ നമ്മുടെ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ് ഇവിടെ കാണാൻ കഴിയും. അതിനുശേഷം എക്സിറ്റ് ബട്ടൺ അമർത്തുക. ഇനിയും നമുക്ക് ഒന്നിലധികം സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ന്യൂ കൊടുത്ത് ഇതുപോലെ നമുക്ക് ഓരോരോ ലാൻഡ് ആയിട്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ആ വിവരങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് ഒന്നിന് താഴെ ഒന്നായിട്ട് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം എക്സിറ്റ് ബട്ടൺ അമർത്തുക. ശേഷം കൃഷിയുടെ വിവരങ്ങൾ, നമ്മുടെ ലാൻഡിൽ നമ്മൾ എന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ ആ നിലത്തിൽ ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആഡ് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സർവേ നമ്പർ, നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത് കൊടുത്ത സർവേ നമ്പർ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. അതിൽ ക്ലിക്ക് ചെയ്യുക. വിളയുടെ തരം എന്നുള്ളിടത്ത് ഞാനിപ്പോൾ കൃഷി ചെയ്യുന്നത് ധാന്യവിളകളാണ്, നെല്ലാണ് കൃഷി ചെയ്യുന്നത്. അവിടെ പാഡി ധാന്യവിളകൾ സെലക്ട് ചെയ്യുക. വിളയുടെ പേര് എന്നുള്ളിടത്ത് പാഡി സെലക്ട് ചെയ്യുക. വെറൈറ്റി നൽകേണ്ടതില്ല. എത്ര സെന്റിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്? 100 സെന്റ് കൃഷി, ഞാനിപ്പോൾ ഇവിടെ 100 സെന്റാണ് എൻ്റെ ഏരിയ. 100 സെന്റ് കൃഷി ചെയ്യുന്നവർക്ക് 100 സെന്റ് എന്ന് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 50 സെന്റാണ് പാഡി കൾട്ടിവേറ്റ് ചെയ്യുന്നത്, നെൽകൃഷി ചെയ്യുന്നത്. കൃഷി ആരംഭിച്ച തീയതി ആരംഭിക്കുന്ന തീയതി ചോദിക്കുന്നുണ്ട്. ഞാൻ ആരംഭിച്ചത് ഈ മാസം സെപ്റ്റംബർ 1-ാം തീയതിയാണ് എന്ന് കൊടുക്കുന്നു. വിളവെടുക്കാൻ ഉദ്ദേശിക്കുന്ന തീയതി എന്നാണ് ഇതിന്റെ ഹാർവെസ്റ്റിംഗ് വരിക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാനൊരു ഡിസംബർ 31 എന്ന് പറയുന്ന ഡേറ്റ് കൊടുക്കുന്നു. പ്രതീക്ഷിക്കുന്ന വിളവ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വിളവ്, ഈ മൊത്തം 50 സെന്റിൽ നിന്ന് എത്ര കിലോഗ്രാം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അത് കൊടുക്കുക. ജലസേചനത്തിന്റെ സ്ഥിതി എന്നുള്ളിടത്ത് ഇറിഗേറ്റഡ് ആണോ റെയിൻഫെഡ് ആണോ എന്നുള്ളത് കൊടുക്കുക. ജലസേചിതമാണോ മഴയെ ആശ്രയിച്ചാണോ എന്നുള്ളത് കൊടുക്കുക. നിലവിലെ കൃഷിസ്ഥലത്തിന്റെ സ്ഥിതി എന്താ, ഒറ്റവിള കൃഷി എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൃഷിയുടെ ടൈപ്പ് ഓർഗാനിക് ആണോ, ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസസ് ആണോ, അതുപോലുള്ള വിവരങ്ങളാണ് ചോദിക്കുന്നത്. അതേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് ഞാൻ സേവ് കൊടുക്കുക. ആർ യു ഷുവർ ടു സേവ് ആൻഡ് കണ്ടിന്യൂ ചോദിക്കുന്നുണ്ട്. ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത കൃഷിയുടെ വിവരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടാവും. അത് ഒന്നുകൂടെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ബട്ടൺ ഉണ്ട്. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാം, അപ്ഡേറ്റ് വരുത്താം. അതിനുശേഷം കൺഫേം ബട്ടൺ ഇവിടെ വേണമെങ്കിൽ അമർത്താം, അല്ലെങ്കിൽ പുറത്ത് കൺഫേം ബട്ടൺ അമർത്താം.
കൺഫേം ബട്ടൺ അമർത്തുമ്പോൾ ഇവിടെ ആർ യു ഷുവർ ടു കൺഫേം ദ ക്രോപ്പ് എന്ന് ചോദിക്കും. ഓക്കെ ബട്ടൺ അമർത്തുക. ക്രോപ്പ് ഡീറ്റെയിൽസ് കൺഫേംഡ്. ഓക്കെ. ഇനി ഈ 50 സെന്റിൽ കൂടാതെ എനിക്ക് അവിടെ ഒരു 30 സെന്റിൽ കൂടെ മറ്റു കൃഷികളൂടെ ഉണ്ടെന്ന് കരുതാം. വീണ്ടും അതേ ലാൻഡ് എടുക്കുന്നു. ഞാനിപ്പോൾ അവിടെ ചെയ്തിരിക്കുന്നത് പൾസസ് ആണ്, പയറുവർഗ്ഗ ഉഴുന്നാണ് ചെയ്തിട്ടുള്ളതെന്ന് കരുതാം. ബ്ലാക്ക് ഗ്രാം സെലക്ട് ചെയ്തു. വെറൈറ്റി സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. 30 സെന്റ് സ്ഥലത്താണ് ഞാൻ അത് കൃഷി ചെയ്തിട്ടുള്ളത്. 20 സെന്റ് സ്ഥലത്ത് എന്ന് കരുതാം. കൃഷി ആരംഭിച്ച തീയതി എന്ന് പറയുന്നത് ഇതും 1-ാം തീയതിയും വിളവെടുക്കാൻ ഉദ്ദേശിക്കുന്ന തീയതി ഡിസംബർ 31 കൊടുക്കാം. പ്രതീക്ഷിക്കുന്ന വിളവ് 40 കിലോഗ്രാം കൊടുക്കാം. ജലസേചനം ജലസേചിതമാണ്. നിലവിലെ കൃഷി സ്ഥലത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത് ഒറ്റവിള കൃഷിയാണ്. അതേഴ്സ് കൊടുക്കാം. കൃഷിയുടെ ടൈപ്പ് സേവ്. പിന്നെ നമുക്ക് നമ്മുടെ കൃഷി സ്ഥലത്ത് എന്തെല്ലാം കൃഷിയുണ്ടോ അത് മുഴുവൻ നമുക്ക് ഇവിടെ കൊടുക്കാം. നമുക്കിപ്പോൾ മൊത്തം 100 സെന്റ് സ്ഥലത്തിൽ 50 സെന്റ് പാഡിയും 20 സെന്റ് ബ്ലാക്ക് ഗ്രാമും നമ്മൾ ചെയ്തു. അത് ഈ വിവരങ്ങൾ കൺഫേം ചെയ്തു. ഓക്കെ കൊടുത്തു. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും അടിയന്തരമായിട്ടുള്ള ഒരു കാര്യം പ്രൊഫൈൽ അപ്ഡേഷൻ ആണ്. പ്രൊഫൈൽ അപ്ഡേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഓൾറെഡി രജിസ്ട്രേഷന്റെ സമയത്ത് ഞാൻ കൊടുത്ത വിവരങ്ങളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ടാവും. ഇവിടെ ഈ ഭാഗത്തായിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി കാർഡ്, ആധാർ കാർഡോ പാൻ കാർഡോ മറ്റെന്തെങ്കിലും വോട്ടർ ID കാർഡോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ID കാർഡ് ഇവിടെ ചൂസ് ഫയൽ എന്ന് പറയുന്ന ഈ ബട്ടൺ അമർത്തി നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓൾറെഡി ഞാനിവിടെ ഒരു ഫയൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയൽ നമുക്ക് ഇവിടെ വ്യൂ ഫയൽ എന്ന് പറഞ്ഞ ബട്ടണിൽ കൊടുത്താൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഐഡന്റിറ്റി കാർഡ് നമ്മളിവിടെ കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം 2 MB കീഴിലുള്ള ഒരു ഫയൽ ആയിരിക്കണം. 2 MB സൈസുള്ള ഒരു ഫയൽ ആയിരിക്കണം. അതിന് കീഴിലുള്ള ഒരു ഫയൽ ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോവുക. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസിന്റെ വിവരങ്ങൾ ഇവിടെ കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വ്യൂ ഫയൽ എന്ന് പറയുന്ന അതിനുശേഷം ഇത്രയും കഴിഞ്ഞതിന് ശേഷം ചൂസ് ഫയൽ കൊടുക്കുക. ചൂസ് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏത് ഫയലാണോ എടുക്കേണ്ടത് ആ ഫയൽ തിരഞ്ഞെടുക്കുക. ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പിയാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഓൺലൈൻ ആയിട്ടുള്ള അപേക്ഷയാണ്. അതിനകത്ത് നിന്ന് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന IFSC കോഡും അക്കൗണ്ട് നമ്പറും ശരിയാണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ ഒരു സെൻഡ് OTP ബട്ടൺ ഉണ്ട്. സെൻഡ് OTP എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു OTP മൊബൈൽ ലഭിക്കും. ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ അപ്ഡേഷനും സക്സസ്ഫുൾ ആവും. ഓൾറെഡി ഞാനിവിടെ ഒരു ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ ഒരു സ്റ്റേജ് കാണിക്കാത്തത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാഡി റോയൽറ്റി അപേക്ഷിക്കുന്നതിലേക്ക് പോവാം. അപ്ലൈ ഫോർ പാഡി റോയൽറ്റി എന്ന് പറയുന്ന പേജ് എടുക്കുക. മുൻപ് പാഡി റോയൽറ്റി എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഉള്ള വിവരങ്ങൾ നമുക്ക് ഇവിടെ ഒരു ബുക്കിന്റെ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ നിബന്ധനകളും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള വിവരങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ഫോർ പാഡി റോയൽറ്റി എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൃഷിഭവൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെടുമ്പന കൃഷിഭവൻ ഗോ കൊടുക്കുക. ഗോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലാൻഡ് 100 സെന്റ് ഞാൻ കൊടുത്ത ലാൻഡ് ഇവിടെ കാണിക്കും. അത് തിരഞ്ഞെടുക്കുക. ഇതിൽ നെൽകൃഷി യോഗ്യമായ തരിശു നില എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ കൃത്യമായി എഴുതിയിട്ടുണ്ട്. കൃഷിഭൂമിയുടെ വിവരങ്ങളും കൃഷി ചെയ്യുന്ന വിവരങ്ങളും തരിശു നിലം അല്ലെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങളും നൽകി കഴിഞ്ഞാൽ മാത്രമേ നെൽവയൽ ഉടമകൾക്കുള്ള റോയൽറ്റി പദ്ധതിയിൽ അപേക്ഷിക്കാൻ കഴിയൂ. നെൽകൃഷി യോഗ്യമായ തരിശു നിലത്തിന്റെ വിസ്തൃതി മാത്രമേ ഇവിടെ അപേക്ഷിക്കുമ്പോൾ അധികമായി നൽകേണ്ടുള്ളൂ. ഉദാഹരണമായി സ്വന്തമായി 100 സെന്റ് നിലമുണ്ടെങ്കിൽ അതിൽ 80 സെന്റിലെ വിവരങ്ങൾ കൃഷിയുടെ വിവരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കൃഷിയോഗ്യമായ തരിശുഭൂമി എന്ന ഭാഗത്ത് 20 സെന്റ് എന്ന് മാത്രം നൽകാം. മുഴുവൻ സ്ഥലത്തും കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 0 എന്ന് നൽകിയാൽ മതിയാവും. ഇപ്പൊ നമുക്ക് 100 സെന്റാണ് ഉള്ളത്. അതിൽ 50 സെന്റിൽ പാഡിയും 20 സെന്റ് നമ്മൾ പൾസസും കൃഷി ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള 30 സെന്റ് ആണ്. അപ്പൊ 30 സെന്റ് തരിശായി കിടക്കുന്നുണ്ട്. അത് മാത്രം ഞാനിവിടെ എൻട്രി ചെയ്ത് കൊടുക്കുന്നു. അപ്ലൈ ചെയ്യുന്നു. നമുക്ക് മുഴുവനും ഈ 100 സെന്റിന്റെയും പാഡി റോയൽറ്റിക്ക് നമുക്ക് എലിജിബിലിറ്റി ഉണ്ട്. ഇങ്ങനെ ഇവിടെ തരിശു നിലത്തിന്റെ അളവ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ 30 എന്ന് എൻ്റർ ചെയ്തത്. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു ഡിക്ലറേഷൻ കൊടുക്കുന്നു.
ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു. ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന സ്റ്റാറ്റസ് കിട്ടുന്നു. നമ്മൾ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം. നെടുമ്പന കൃഷിഭവനിലേക്ക് ആപ്ലിക്കേഷൻ ഇൻസ്പെക്ഷന് വേണ്ടി ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കയറി നോക്കാം. ഈ ലോഗിനിൽ കയറി നോക്കാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അപേക്ഷ സബ്മിറ്റ് ആയി കഴിഞ്ഞു. ഇനി ഈ അപേക്ഷ കൃഷിഭവനിൽ നിന്ന് കൃഷി ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നതാണ്. പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സുകൾ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന മൈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതിനകത്ത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആയിട്ട് നമുക്ക് അറിയാൻ കഴിയും. ഇത്രയുമാണ് പാഡി റോയൽറ്റി എന്ന പദ്ധതിയിൽ അപേക്ഷിക്കുവാൻ വേണ്ടി കർഷകൻ ചെയ്യേണ്ടത്. നന്ദി.